മുസ്ലിം ലീഗിൽ അഴിച്ചുപണി. PMA സലാമിന്റെ സെക്രട്ടറി സ്ഥാനം തെറിക്കും. ഒത്തുതീർപ്പ് നീക്കങ്ങളുമായി PK കുഞ്ഞാലിക്കുട്ടി. സമസ്ത ലീഗ് തർക്കത്തിൽ ജിഫ്രി തങ്ങൾക്ക് മേൽക്കൈ. സമസ്തയും ലീഗ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ നിർണായക വഴിത്തിരിവിലേക്ക്. സമസ്ത നേതൃത്വത്തിനെതിരെ ആദർശ സംരക്ഷണ വേദി എന്ന സമാന്തര സംഘടന രൂപീകരിച്ച് ഒരു വിഭാഗം ലീഗ് അണികൾ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കെയാണ് സമസ്ത നേതൃത്വത്തിന് അനുകൂലമായി നിലപാട് കൈക്കൊള്ളാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. സമസ്ത നേതാക്കളെ തുടർച്ചയായി വിമർശിക്കുന്ന ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാമിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചർച്ചകളാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സമസ്തയെ പിണക്കിയാൽ ദൂരവ്യാപക രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ ലീഗ് നേതൃത്വം നിർബന്ധിതരായത്. സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം ആത്യന്തികമായി മുസ്ലിം ലീഗിന് വലിയ ക്ഷീണമായി മാറിയെന്ന പൊതു വിലയിരുത്തലാണ് വലിയ വിഭാഗം ലീഗണികൾക്കുമുള്ളത്. രമ്യമായി പരിഹരിക്കാവുന്ന അഭിപ്രായ ഭിന്നതകൾ ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂക്ഷമാക്കുകയായിരുന്നുവെന്നും സമാന്തര സമ്മേളനം വരെ എത്തിച്ച് സമസ്തയെ പിളർക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തിയതെന്നുമാണ് ഇവർ തുറന്നടിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഈ വിധം അടിയൊഴുക്കുകൾ രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലാണ് ലീഗ് അണികൾക്കുള്ളത്. വലിയ വിഭാഗം നേതാക്കളുടെ ഉള്ളിലിരിപ്പും ഇതുതന്നെയാണ്. നേതൃനിരയിലെ മുജാഹിദ് വിശ്വാസികളുടെ വാദഗതികൾക്ക് മുൻപിൻ നോക്കാതെ പിന്തുണ നൽകുക വഴി ലീഗിന്റെ പാരമ്പര്യപാതകൾ വിസ്മരിക്കുകയാണ് നേതൃത്വം ചെയ്തതെന്ന വികാരം തന്നെയാണ് വലിയ വിഭാഗം നേതാക്കൾക്കും ഉള്ളത്. ഈ വിധത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ ജനറൽ സെക്രട്ടറി PMA സലാമിന് വലിയ പങ്കാണ് ഉള്ളതെന്ന വികാരവും വളരെ ശക്തമാണ്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും PMA സലാമിനെ ജനറൽ സെക്രട്ടറിയായി മുന്നിൽ നിർത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പരമ്പരാഗത സുന്നി വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകുമെന്നുമാണ് ലീഗിലെ വലിയ വിഭാഗം നേതാക്കളുടെയും വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാക്കാനും സമസ്തയെ പിളർക്കാനും ചില ലീഗ് നേതാക്കൾ അണിയറ നീക്കം നടത്തുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ആ നീക്കങ്ങൾ വഴി രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന് തന്നെയായിരിക്കുമെന്ന നിരീക്ഷണമാണ് നേതൃത്വത്തിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാവുന്ന നേതാവ് ജനറൽ സെക്രട്ടറിയായി വരണമെന്ന ആവശ്യം ഇവർ ശക്തമായി ഉയർത്തുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കിയാൽ സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിനും ഉള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാറി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകണമെന്ന വികാരമാണ് കുഞ്ഞാലിക്കുട്ടിക്കുമുള്ളത്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുൻകൈ നേടുമെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനും സംസ്ഥാന ഭരണത്തിൽ ക്രിയാത്മക സ്ഥാനം നേടിയെടുക്കാനും കഴിയുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പമുള്ളവരും കണക്കുകൂട്ടുന്നത്. സമസ്ത നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന PK കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായി എത്തുന്നതിനോട് സമസ്ത നേതാക്കൾക്കും താല്പര്യം തന്നെയാണ്. അതേസമയം പുനഃസംഘടന നടത്തി PMA സലാമിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ലീഗ് അനുകൂല സുന്നി വിഭാഗങ്ങൾക്ക് വലിയ താല്പര്യവുമില്ല. ഈ സാഹചര്യത്തിലാണ് PMA സലാമിന് വേണ്ടി വിലപേശൽ സമീപനങ്ങളുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സലാമിനെ മാറ്റിയാൽ ലീഗിന്റെ ദേശീയ നേതൃത്വത്തിൽ സഹഭാരവാഹിത്വവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി സീറ്റും സലാമിന് നൽകണമെന്ന ആവശ്യമാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഈ ആവശ്യം അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ. അതേസമയം സമസ്തയെ നിശിതമായി വിമർശിക്കുന്ന PMA സലാം തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ മാത്രമല്ല സമീപസ്ഥ പ്രദേശങ്ങളായ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ സുന്നി വോട്ടുകളിലും കാര്യമായ ഇടിവുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സുന്നി നേതാക്കളുമായി അനൗപചാരിക ചർച്ചകൾ കൂടി നടത്തിയാകും PMA സലാമിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ ലീഗ് നേതൃത്വം കൈക്കൊള്ളുന്നത്. എന്തുതന്നെയായാലും
ഈ വിഷയത്തിൽ ആത്യന്തിക വിജയം ജിഫ്രി തങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സമസ്ത അണികൾക്കുമാണ്. തങ്ങളെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന PMA സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത് അവരുടെ ആവശ്യവും കൂടിയാണ്. ഇപ്പോൾ ലീഗ് നേതൃത്വം തന്നെ അതിന് തയ്യാറെടുക്കുമ്പോൾ സമസ്ത നേതൃത്വത്തിനെ അതിരറ്റാഹ്ലാദിക്കാൻ വസ്തുതകൾ ഏറെയാണ്.